നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു സ്ത്രീ മുന്നോട്ട് പോകുമ്പോൾ അവളെ പുറകിൽ നിന്ന് വലിക്കുന്നതും ചില സ്ത്രീകളാണ്. അത് കവർ ചെയ്യണമെങ്കിൽ തോറ്റുകൊടുക്കില്ലെന്ന് നമ്മൾ തീരുമാനിക്കണം. അതിന് നമ്മൾ സ്വയം തയ്യാറാകണം. അപ്പോ പെണ്ണ് ജയിച്ചു തുടങ്ങും. അത്രയും വേണ്ട, അതിലൊരു അല്പമെങ്കിലും തിരിച്ചു കൊടുത്തൂടെ? ഇവളെ എന്റെ സ്വന്തം അനുജത്തിയെ പോലെ നോക്കിക്കോളാമെന്ന് അങ്ങയോട് ഞാനൊരു വാക്ക് പറഞ്ഞു. അതിപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അനുജത്തിയായിട്ടല്ല, എന്റെ മോളായിട്ട് കണ്ട് ഞാൻ അവളെ നോക്കിക്കോളാം. രാധിക ഈ കുടുംബത്തിനൊരു ബാധ്യതയാണെങ്കിൽ അവളെ എനിക്ക് തന്നേക്ക്. അവൾക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ഞാൻ എന്റെ കൂടെ നിർത്തിക്കോളാം. അങ്ങനെയൊന്നും പറയല്ലേ. അച്ഛനമ്മയും വിട്ട് എനിക്ക് ഒരിടത്തേക്കും വരാൻ പറ്റില്ല. കേട്ടില്ലേ? ഇതാണ് അവളുടെ മനസ്സ്. രാധിക 1-2 വട്ടം ലൊക്കേഷനിൽ വന്നിരുന്നു. അവിടെ എല്ലാവരും ഇവളെക്കുറിച്ച് തിരക്കി. രാധിക അഭിനയിക്കാൻ തയ്യാറാണെങ്കിൽ നല്ലൊരു വേഷം വരെ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പൊ അതില്ലാത്ത കുഴപ്പമേ ഉള്ളൂ. എന്താടി, കൂടെ നടന്ന് നീ പറയിപ്പിക്കുന്നതാണോ ഇതൊക്കെ? കുടുംബത്തിനെ നാണം കെടുത്തോ നീ? അമ്മയൊന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? ചെയ്ത ഉപകാരത്തിനൊക്കെ വളരെ നന്ദിയുണ്ട്. രാധിക മോളെ കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഞങ്ങളുടെ ഒരു രീതി വെച്ചിട്ട് മോളെ സിനിമയിലേക്കൊന്നും പറഞ്ഞയക്കാൻ പറ്റില്ല. എന്റെ ഇളയ മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് നിർബന്ധിച്ച് ഞങ്ങൾ തന്നെയാ അവൾ അതിൽ നിന്ന് മാറ്റി നിർത്തിയത്. അയ്യോ, നിങ്ങളുടെ തൊഴിൽ മോശമായതുകൊണ്ടല്ല കേട്ടോ, അത് ഞങ്ങളുടെ രീതികൾക്ക് പറ്റാത്തതുകൊണ്ടാ. തിരുമേനി, രാധിക ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോയത് തീർത്തും നിസ്സാരക്കാരല്ല. അവരിനിയും ഇതുപോലുള്ള ശ്രമങ്ങൾ നടത്തും. അതുകൊണ്ട് ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ആരാ? കുറെ നേരം കൊണ്ട് വിളിക്കുന്നതാ. രാത്രി ആയാലെങ്കിലും നിർത്തിക്കൂടെ? കട്ട് ചെയ്തേക്ക്. ശരി മാഡം. എന്ത് കഷ്ടമായത്! എത്ര തവണയായിട്ട് അവരെ വിളിക്കുന്നതാ. മറ്റു നടിമാർക്കില്ലാത്ത എന്ത് പ്രത്യേകതയാ അവർക്കുള്ളത്? നമ്മള് കാണാത്തതാണോ ഇവരെയൊക്കെ? ദേഷ്യപ്പെടണ്ട, ആവശ്യം നമ്മുടെതല്ലേ. ഇനി വിളിച്ചു നോക്കുന്നതില് അർത്ഥമില്ല. നേരിട്ട് പോയി കാണാം. ശ്യാമയ്ക്ക് മുമ്പ് അവരുടെ അടുത്ത് നമ്മൾ എത്തിയിരിക്കണം. വിനയപ്രസാദിന്റെ അടുത്തേക്ക് മാത്രമല്ല, ശ്യാമയുടെ മകൾക്ക് മുമ്പിലും ശ്യാമയ്ക്ക് മുമ്പേ എത്തേണ്ടത് നമ്മളാ. രാധികെ, ഞാനിന്ന് ഇറങ്ങിക്കോട്ടെ. നാളെ ഷൂട്ടുള്ളതാണ്. ദൈവത്തെ പോലെ എന്റെ മകളെ കാത്തു രക്ഷിച്ചു. നന്ദിയുണ്ട്. രാധിക, കാലം കുറെയൊക്കെ മാറിയിട്ടുണ്ട്. എങ്കിലും സ്ത്രീകളുടെ അവസ്ഥയില് കാര്യമായ മുന്നേറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. ഒരു സ്ത്രീ മുന്നോട്ട് പോകുമ്പോ അവളെ പുറകിൽ നിന്ന് വലിക്കുന്നതും ചില സ്ത്രീകളാണ്. അത് കവർ ചെയ്യണമെങ്കിൽ തോറ്റുകൊടുക്കില്ലെന്ന് നമ്മൾ തീരുമാനിക്കണം. അതിന് നമ്മൾ സ്വയം തയ്യാറാകണം. അപ്പോ പെണ്ണ് ജയിച്ചു തുടങ്ങും.
രണ്ടുപേരുടെയും ഫോട്ടോസ് കാണാൻ എന്ത് ഭംഗിയാ. എന്തൊരു ചേർച്ച അല്ലേടാ. പിന്നെ സൂപ്പർ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് എന്റെയും ചില ഫോട്ടോസ് ഉണ്ട്, അത് സൂപ്പറാ. ആ അതവര് കരുതി കൂട്ടി ഒട്ടിച്ചു വെക്കുന്നതാടാ. ആൽബത്തിലുള്ളവർക്ക് കരിങ്കണ്ട് തട്ടാതിരിക്കുക. മുത്തശ്ശി മുത്തശ്ശിയെ കാണാനും നല്ല ഭംഗിയുണ്ട്. ചില ഫോട്ടോസിലൊക്കെ കണ്ട മുത്തശ്ശിന്ന് വിളിക്കാനേ തോന്നില്ല. ഓ, പിന്നെ 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 അങ്ങോട്ട് സോപ്പിട്ടതിന് ഇങ്ങോട്ട് സോപ്പിട്ടില്ലെങ്കിൽ സമാധാനം കിട്ടില്ലല്ലോ. അല്ല, അത് ഏതായിരുന്നു ആ ഫോട്ടോ? ഒന്ന് പറ. മുത്തശ്ശിയെ കണ്ടപ്പോ സ്കൂളിൽ പഠിക്കുന്നത് തോന്നിയത്? ഒന്നും മിണ്ടാതിരിക്കും ബിജു. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, എന്റെയൊക്കെ പ്രായത്തില് മുത്തശ്ശി ആ നാട്ടിലെ ഏറ്റവും സുന്ദരി തന്നെ ആയിരിക്കും അല്ലേ മുത്തശ്ശി? ആ അതൊക്കെ ഒരു കാലം. അത് പറഞ്ഞപ്പോഴുള്ള നാണം കണ്ടോ? ഇങ്ങോട്ട് വാടാ, ഇവിടെ വന്നിരിക്കേ. ഇന്നലെ ആൽബം കയ്യിൽ കിട്ടിയിട്ട് മറിച്ചു നോക്കിയിട്ടില്ലല്ലോ നീ. ഞാൻ നോക്കാം മുത്തശ്ശി, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ആ എന്ത് തിരക്ക്? ഇന്ന് എന്തു പറ്റി നിനക്ക്? അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്നൊരു ഫോട്ടോ കണ്ടാല് അതെടുത്തതാരാ, അത് ലൈറ്റ് ചെയ്താരാന്നൊക്കെ ചോദിക്കുമല്ലോ. ഇതിപ്പോ സ്വന്തം കല്യാണത്തിന്റെ ആൽബം കാണണ്ടേ? കേട്ടോ മോളെ, കല്യാണ ആലോചനയ്ക്കായി കുറച്ച് ഫോട്ടോസ് ഇവിടെ കൊണ്ടുവന്നു. എല്ലാം നോക്കി കഴിഞ്ഞിട്ട് ബ്രോക്കറിനോട് ഇവൻ ചോദിച്ച ഒരു ചോദ്യം, ഏത് സ്റ്റുഡിയോയിലാ ഫോട്ടോ എടുത്തേന്ന്. എന്തിനാ? അയാളെ ഫോട്ടോ എടുക്കാൻ പഠിപ്പിക്കാൻ പോവാൻ. വരുണിന്റെ കണ്ണുകൾക്ക് ക്യാമറയെക്കാളും പവറുണ്ട് മുത്തശ്ശി. അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ അവൻ നിന്നെ കണ്ടെത്തിയത്. എടാ, നീ നോക്കുന്നുണ്ടേ നോക്കിക്കോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. എന്താടാ ഇവന്? അയ്യോ, എനിക്കൊന്നും അറിഞ്ഞൂടോ. ഒളിച്ചു കളിയൊന്നും വേണ്ട. രണ്ടെണ്ണത്തിനെയും കൂടി പിടിച്ചെത്തി ഞാൻ ചോദിക്കും, കേട്ടല്ലോ? എനിക്കൊന്നും അറിഞ്ഞൂടോ മുത്തശ്ശി. മുത്തശ്ശിക്ക് ഇപ്പൊ എന്താ പ്രശ്നം? വരുൺ ആൽബം കണ്ടാ പോരെ? ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ബിജു, വരുൺ സമയമാകുമ്പോ നോയിക്കോട്ടെ, നിർബന്ധിക്കണ്ട. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പോയി വിളിച്ചിട്ട് വരാന്നേ. ആൽബം കാണിച്ചിട്ടുണ്ടോ കാര്യം? മോളുടെ ചേച്ചിയുടെ മുഖത്ത് എന്തൊരു ശാന്തതയല്ലേ. നല്ല ഐശ്വര്യമുള്ള കുട്ടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.